നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഒതൻറ്റിക് പഴം കൊണ്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും വൈകുന്നേരം ചായ പലഹാരമായിട്ട് സെർവ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പശുവിൻ നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യ് നന്നായി ചൂടായി വരുമ്പം ഒരിത്തിരി ഉണക്കമുന്തിരി, നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ്, ബദാം, പിസ്തയൊക്കെ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിന്ന് ഉണക്കമുന്തിരി മാത്രം ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തുടങ്ങി 3 ടേബിൾ സ്പൂൺ വരെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു മിനിറ്റൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. കൂടുതൽ സമയമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്. ശർക്കര ഒന്ന് ഉരുകി തേങ്ങയായിട്ട് ചേർന്ന് വരുന്ന ആ ഒരു പാകമാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശർക്കര ചേർത്തതിന് ശേഷം ഒരു 2 നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് പുഴുങ്ങിയ നേന്ത്രപ്പഴമാണ്. നല്ല മധുരമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിന്നൊരു കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 2ഉം 3ഉം നേന്ത്രപ്പഴമൊക്കെ വെച്ച് അതിനനുസരിച്ച് ഫില്ലിങ് റെഡിയാക്കി എടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പുഴുങ്ങിയ നേന്ത്രപ്പഴം നല്ലതുപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തിരിപ്പൊടിയോ വറുത്ത അരിപ്പൊടിയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. പത്തിരിപ്പൊടിയാണ് ഇതിന് ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത്. പത്തിരി പൊടി എപ്പോഴും കുറച്ച് മാത്രം ചേർത്തിട്ട് വേണം കുഴച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അരിപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത്, പഴത്തിൻ്റെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാൻ. നല്ലതുപോലെ കുഴച്ച് ഇതുപോലെ മാവ് തയ്യാറാക്കി എടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന കണക്കെ കുഴക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി പത്തിരിക്ക് തയ്യാറാക്കി എടുക്കുന്നത് പോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിനകത്തോട്ടേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പത്തിരി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം വെച്ച് കൊടുത്ത് ഇതൊന്ന് സീൽ ചെയ്തെടുത്താൽ മതി. പരസ്പരം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ കുട്ടികൾക്കൊക്കെ കാണുമ്പം ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ മുഴുവൻ ബാക്കിയുള്ള ആ ഉരുളകൾ കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പഴത്തിൽ നിന്ന് 3 ഇതുപോലുള്ളതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 3 കായ്പത്തിരിയാണ് കിട്ടുന്നത്. ഇനി നമ്മളിത് എണ്ണയിൽ മുക്കിപ്പൊരിക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ നെയ്യൊക്കെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായപ്പത്തിരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം മതി. ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് കളർ മാറി വരുന്ന സമയത്ത്, കാരണം പഴം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, തേങ്ങയും ശർക്കരയും നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരിപ്പൊടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാനുള്ള സമയം മാത്രം മതി. അപ്പോൾ ജസ്റ്റ് 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഉള്ളിലത്തെ ആ ഒരു ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ രുചിയായിട്ട് കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവും. ടിഫിൻ ബോക്സിലൊക്കെ നല്ല അവർക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.